ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുമായിരുന്നു നെയിൽ പോളിഷ് കളക്ഷൻ്റെ വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ ഇതുവരെ അതിനൊരു അവസരം കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ആ വീഡിയോ ചെയ്യാമെന്ന് എഴുതി കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ എന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ. എന്നിട്ട് ഞാൻ തീർന്ന കുപ്പിയൊന്നും ബോട്ടിലൊന്നും ഞാൻ അങ്ങനെ കളയാറില്ല. അപ്പം ഒരു വിധത്തിൽ ഞാൻ കാക്കി ഓടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ വന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ വരും. അപ്പം എവിടുന്നെങ്കിലും ഇല്ലാത്ത കാക്കോട് വരെ അങ്ങനെ ഒരു വിധത്തിൽ എല്ലാത്തിനെയും ഞാൻ പറപ്പിച്ചിട്ടുണ്ട്. ഇനി വരുമില്ല എന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. വാ. അതെ, ഇത്രയും നെയിൽ പോളിഷും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഇതിൽ കൂടുതൽ ഞാൻ വാങ്ങിച്ച നെയിൽ പോളിഷ് ഒന്നുമില്ല കേട്ടോ. ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഗൾഫിൽ നിന്ന് വരുമ്പം തരുന്ന നെയിൽ പോളിഷാണ് കൂടുതലും. ഒരുപാടൊന്നും ഞാനങ്ങനെ എല്ലാ കളറൊന്നും യൂസ് ചെയ്യാറില്ല. എല്ലാ കളറും അങ്ങനെ എനിക്ക് പിടിക്കാറില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളേഴ്സിൽ ഒന്നാണ് കേട്ടോ ഈ കളറ്. പിന്നെ ഇതൊന്നും ഞാൻ ഇടാറില്ല. പിന്നെ ഇത് ഞാൻ മെയിനായിട്ട് കളയാതെ വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം, നമ്മുടെ കയ്യിൽ റിമൂവർ ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ കയ്യിലടിക്കുക, വേറൊരു തുണി വെച്ച് തൂക്കുക. അത് 1-2 പ്രാവശ്യം തൂത്താലൊന്നും പോകത്തില്ല, ഒരു 3-4 പ്രാവശ്യം ട്രൈ ചെയ്താൽ പോകും. അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഉപയോഗിക്കാത്ത കുറേ പഴയതും ഒക്കെ ഞാൻ എടുത്തിട്ടേക്കുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ചില കളേഴ്സ് ഉണ്ട്, അതൊക്കെ അങ്ങ് തീർന്നു പോകും. പിന്നെ നമ്മൾ കടയിൽ പോയി ആ കളർ നോക്കി മേടിക്കാം എന്ന് വിചാരിച്ചാൽ അത് കിട്ടത്തുമില്ല. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന കളേഴ്സാണ്. പിന്നെ ഒരു ഐഡിയ പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയാവുന്നതൊക്കെയാ, എങ്കിലും ഞാൻ പറയാം. നമ്മുടെ നെയിൽ പോളിഷിൽ തീർന്നു, നമുക്കിപ്പം ഒരു കാലയിലടിക്കാനുണ്ട്, ഒരെണ്ണത്തിലടിക്കാൻ ഇല്ലെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇങ്ങനെ ഇട്ടൊക്കെ തട്ടും. അതിന് പകരം ഭിത്തിയിൽ 1-2-3 തട്ട് തട്ടിയാൽ നമുക്ക് വേഗം കിട്ടും. എല്ലാവർക്കും അറിയായിരിക്കും. മേളിൽ പണി നടക്കുന്ന കാരണം കുറച്ച് തട്ടലും മുട്ടലും ഒക്കെ കേൾക്കും, ക്ഷമിക്കുക. പിന്നെ ഞാൻ എല്ലാം കൂടി ഇതിൻ്റെ മേലിലോട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഉണ്ട് കേട്ടോ എൻ്റെ നെയിൽ പോളിഷ്. കാണാമോ? ഇതൊക്കെ ഈ റെയർ കളേഴ്സൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ഇട്ടില്ലെങ്കിലും എനിക്ക് ഒരു ഭ്രാന്തുണ്ട് മേടിച്ച് വെക്കുന്നത്. സോറി. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് കളേഴ്സിൽ ആണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് അടിക്കാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ മാറ്റി അടിക്കാറുണ്ട്. എന്നുവെച്ചാൽ എപ്പോഴും അങ്ങ് നെയിൽ പോളിഷ് അടിച്ചുകൊണ്ട് നടക്കുന്നൊരു വ്യക്തിയൊന്നുമല്ല. ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പം തോന്നും, അങ്ങനെ അടിക്കും. എനിക്ക് ഈ ഗ്ലേസിങ്ങും ഈ ഗ്ലിറ്ററും ഒക്കെയുള്ള നെയിൽ പോളിഷ് എനിക്ക് വലിയ പിടുത്തമല്ല. അതൊക്കെ അനിയത്തിക്ക് ഇഷ്ടപ്പെട്ട് അവൾ വാങ്ങിച്ചു വെക്കുന്നത് കേട്ടോ. എനിക്ക് അല്ലാത്ത ഈ പെയിൻറ്റ് മോഡലുണ്ടല്ലോ, അതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. അതാണ് എനിക്കിഷ്ടം. ചില നെയിൽ പോളിഷിൻ്റെ കുപ്പി തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഈ നെയിൽ പോളിഷൊക്കെ എൻ്റെ കുപ്പിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നോക്കൂ, മൊത്തത്തിൽ ഇത്രേ ഉള്ളൂ. ഇതിന് 15 രൂപയെ മറ്റേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും ഞാൻ അടിക്കത്തൊന്നുമില്ല. ആ വാങ്ങിച്ച ഇടയ്ക്ക് എന്തോ അടിച്ചു, അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഒട്ടുമിക്ക എണ്ണത്തിനകത്ത് ഉണ്ട്, പക്ഷേ യൂസ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് കുറച്ച് കട്ടിയായി. പിന്നെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് റിമൂവറും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് അടിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് ഓക്കെ ആവും. പിന്നെ അത് പണ്ടത്തേൻ്റെ കൂട്ടാവും. ഈ പച്ചയൊന്നും ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. ഈ പച്ച കേട്ടോ, വേറെ പച്ച യൂസ് ചെയ്യാറുണ്ട്. ഇത് റിമൂവർ ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ യൂസ് ചെയ്യുന്നതിൽ ഒന്നാണിത്. പിന്നെ ഈ നെയിൽ പോളിഷിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. കഴിഞ്ഞ ഇടയ്ക്ക് ഈ നെയിലിൻ്റെ അറ്റത്ത് മാത്രമായിട്ട് ഒരു വൈറ്റ് കളറ് ഇത് അടിക്കുന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ നെയിലിന് അത് ചേരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കടയിൽ പോയി വൈറ്റ് നെയിൽ പോളിഷ് വാങ്ങിച്ചു. വൈറ്റ് നെയിൽ പോളിഷ് ചോദിച്ചപ്പം അവർ ഈ കളർ നെയിൽ പോളിഷാണ് എടുത്തുന്നത്. പക്ഷേ വൈറ്റ് വേണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒന്ന് മേടിച്ചേ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇതങ്ങ് വാങ്ങിച്ചു. ഇവിടെ വന്നിട്ട് ഇത് അടിച്ചു നോക്കി, സംഭവം ഫ്ലോപ്പായിപ്പോയി. എന്തോ പോലെ ഒരുമാതിരി ഇരുന്നു, കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ഇതിങ്ങനെ തന്നെ ഇരിക്കുക, ഇതാരും അടിക്കത്തുമില്ല, ഒന്നുമില്ല. പിന്നെ സെയിം നെയിൽ പോളിഷ് നേരത്തെ അടിച്ചിട്ടുള്ളത് മായ്ക്കാൻ. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ റിമൂവർ ഇല്ലാത്തതുകൊണ്ട് ഈ കയ്യിലെ എല്ലാ വിരലിലും ഉണ്ട്. ഞാൻ അപ്പോൾ ഒരു കയ്യിലെ മാത്രം അടിച്ച് കാണിച്ചു തരാം. സാധാരണ ഞാനിത് അടിച്ച് കളയാൻ വേണ്ടിയിട്ടാട്ടോ ഇത് കൊണ്ട് വെച്ച് ഇവിടെ ഇരുന്നത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ നമുക്കൊരു വീഡിയോ കൂടി എടുക്കാം. അങ്ങനെ എടുക്കുക. കണ്ടോ, ഫസ്റ്റ് അടിച്ചതേ ഉള്ളൂ, അത് പോയി.
അപ്പോൾ ഇതുകൂടെ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോകും. വെറുതെ നമ്മൾ റിമൂവർ മേടിച്ച് പൈസ കളയണ്ട, ഒരു നെയിൽ പോളിഷ് കൂടെ മേടിച്ചാൽ മതി. ലൈറ്റ് കളേഴ്സ് മേടിച്ചാൽ അറിയത്തേ ഇല്ല. കണ്ടോ, ഒറ്റ തളപ്പിന് തന്നെ എല്ലാം പോയി. പിന്നെ ചിലരൊക്കെ ഈ പെർഫ്യൂമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളയാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ, കൂടുതൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന പോലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ